ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം 65 സങ്കീർത്തനം 2-3 വാക്യം. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നമ്മുടെ ദൈവത്തിൻ്റെ അനേക പ്രത്യേകതകളുണ്ട്. അതിൽ 2 പ്രത്യേകതകൾ ഈ വാക്യത്തിൽ കിടക്കുന്നു. ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, സകല ജഡവും നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ കാരണം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് പരിഹാരം വരുത്തുന്നു എന്നുള്ളത്. പ്രാർത്ഥന കേട്ട് പോകുന്ന ഒരാളായിട്ടല്ല, പകരം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രാർത്ഥന കേൾക്കുന്നു എന്ന് മാത്രമല്ല, ആ പ്രാർത്ഥനകൾക്ക് പരിഹാരവും തരുന്നു എന്നുള്ളത്. ഇത് ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതപ്പെടുന്നത്. അപ്പോൾ തൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 115 സങ്കീർത്തനത്തിൽ 2 ദൈവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 3 ദൈവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കണം, എങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ഒരു ദൈവത്തെക്കുറിച്ച് 115 സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത ഒരന്യദൈവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട്, തൊണ്ടയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അതിനെ എവിടെ കൊണ്ടുവച്ചാൽ അതുപോലെ ഇരിക്കുന്നു. അതിനെ അനുഗ്രഹിക്കാനും കഴിയില്ല, ശപിക്കാനും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അത് അന്യദൈവം എന്ന പദം കൊണ്ടാണ് സ്തോത്രം വേദപുസ്തകം ഉപേക്ഷിക്കുന്നത്. സ്തോത്രം. വേറൊരു പദം ദൈവത്തെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൻ്റെ ദൈവം. അത് പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം തൊണ്ടയും മൂക്കും കണ്ണും ഒക്കെ ഉണ്ടായിട്ട് പ്രവർത്തിക്കാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത, കൊണ്ടുവച്ചാൽ അതുപോലെ ഇരിക്കുന്ന ഒരു ദൈവം. എന്നാൽ ഈ ലോകത്തിൻ്റെ ദൈവം അങ്ങനല്ല. അത് ഒരു ഭവനത്തിൽ കയറിയാൽ, ഒരു മനുഷ്യന് കയറിയാൽ നശിപ്പിച്ചു കളയും. നമുക്കറിയാം, ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്ന ഗദരദേശത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. കർത്താവ് ചെല്ലുമ്പോൾ അവനെ ആർക്കും മെരിക്കാൻ കഴിയാതെ കല്ലറയിൽ വസിച്ച് ചങ്ങലകൾ ഉരുമിപ്പൊട്ടിച്ച് സ്വയം തെണ്ണിപ്പിച്ച് വസ്ത്രം ധരിക്കാതെ നോക്കണം, അവൻ്റെ രൂപം നോക്കിക്കും. അപ്പോൾ ഒരു പിശാച് ഒരു മനുഷ്യന് കയറിയാൽ അവൻ ആരാക്കി കളയുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം, അവനിൽ നിന്ന് പിശാച് ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുന്നു. പന്നി മുഴുവനും കൂടി വെള്ളത്തിൽ ചാടി ചാകുക. നോക്കിയേ, പിശാച് സ്തോത്രം നാശത്തിൻ്റെയും നശിപ്പിക്കുന്നതിൻ്റെയും ആ രൂപമില്ലാതാക്കുന്നതിൻ്റെയും ഒക്കെ അവൻ്റെ പ്രത്യേകത അതാ. യോബിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒന്ന് കയറിയതേ ഉള്ളൂ, എന്തെല്ലാം നാശം ഉണ്ടാക്കി നമുക്കറിയാം. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, സ്തോത്രം, എനിക്കൊരു ദൈവമുണ്ട്. 115 സങ്കീർത്തനത്തിൽ അത് വ്യക്തമായി പറയുന്നു. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ടെന്ന് എഴുതിയേക്കുന്നത്. മാത്രമല്ല, സ്തോത്രം, ആ ദൈവത്തിൻ്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ അനുഗ്രഹിക്കും. ആരെയൊക്കെയാ? സ്തോത്രം, ഇസ്രായേൽ ഗ്രഹത്തെ, അഗ്രോഹൻ ഗ്രഹത്തെ, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അനുഗ്രഹിക്കുന്ന ദൈവമാണ്, വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ശലോമോൻ ആലയം സമർപ്പിച്ചു കഴിയുമ്പോൾ സ്തോത്രം പറഞ്ഞ ചില വാക്കുകളുണ്ട് സ്തോത്രം. അതിനോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകൾ സ്തോത്രം. ഈ ആലയത്തിലേക്ക് ഒരു മനുഷ്യൻ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവമേ അവൻ്റെ മുഖം ആദരിക്കണം, അവൻ്റെ പ്രാർത്ഥന കേൾക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തെ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന ആളുകൾ പ്രാർത്ഥനയ്ക്കായി, അപേക്ഷയ്ക്കായി ഹല്ലേലൂയ വരുമ്പോൾ സ്തോത്രം മുഖം തിരിച്ചു കളയുന്ന ഒരു ദൈവമല്ല, പകരം ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളം പലപ്പോഴും അവർ പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ച് അവർ സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും വീണ്ടും പ്രവാചകന്മാരിലൂടെ അവരെ ബോധവൽക്കരിക്കുന്നുണ്ട്. നിങ്ങൾ മടങ്ങി വരണം, നിങ്ങൾ മടങ്ങി വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവൻ വീണ്ടും പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. അപ്പോൾ നോക്കണം, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെ കുറിച്ച് പോലും പറയുന്നത് നിങ്ങൾ മടങ്ങി വന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ മടങ്ങി വന്ന് ദൈവത്തോട് നിരന്നാൽ, അപേക്ഷിച്ചാൽ അവൻ കേൾക്കുമെന്ന്. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന, പ്രൈസ് കാലുകൊണ്ട് നടക്കുന്ന സ്തോത്രം എന്ന് വെച്ചാൽ സ്തോത്രം അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് സ്തോത്രം കാണുന്ന, കേൾക്കുന്ന, നടക്കുന്ന, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന സ്തോത്രം നമ്മളെ സമാധാനപ്പെടുത്തുന്ന, സ്വാന്തനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ അനുഗ്രഹിക്കുന്ന, വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലേക്ക് പകൽക്കാലം വരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനിടയായിത്തീരും. വീണ്ടും ആ സങ്കീർത്തനക്കാരൻ പറയുന്ന പരിഹാരം വരുത്തുന്നവനെന്ന്. ഈ പരിഹാരം വരുത്തുക എന്ന പദം സ്തോത്രം ഹല്ലേലൂയ വേദപുസ്തകത്തിൽ ഒത്തിരി വാക്കുകൾ എടുത്തു പറയണം. സ്തോത്രം. നമുക്ക് സ്തോത്രം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നയമാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ആരാം രാജാവിൻ്റെ സേനാധിപതിയാണ്. അദ്ദേഹം കുഷ്ഠരോഗിയാണ്, വളരെ സ്തോത്രം പരാക്രമശാലിയാണ്, അനേക യുദ്ധങ്ങൾ ജയിച്ച ആ രാം രാജാവിൻ്റെ ഏറ്റവും വലിയ സേനാധിപനാണ്. പക്ഷേ കുഷ്ഠരോഗിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഇസ്രായേലി പെൺകുട്ടി പടുക്കുന്നൊരു ഇൻഫർമേഷനാണ് സ്തോത്രം, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്നാൽ നിൻ്റെ ഈ കുഷ്ഠം മാറിത്തരും, കിട്ടും. അങ്ങനെ ഈ മനുഷ്യൻ അവിടേക്ക് ചെല്ലുകയും സ്തോത്രം അവൻ സൗഖ്യമാകുകയും ചെയ്യുന്ന ഒരു ചരിത്രം സ്തോത്രം നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുവാനായിട്ടിടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. നോക്കണം, അവിടെ ഈ നയമാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എലീശ അവനെ സൗഖ്യമാകുവാൻ വേണ്ടി പറയുമ്പോൾ സ്തോത്രം നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പലത്തെ പോലെ ശുദ്ധനാകുമെന്ന് പറയും. നയമാൻ വിചാരിച്ച് തന്നെ പിടിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് സുഖമാക്കി വിടുമെന്ന്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വിരോധമായി ഈ എലീശ പ്രവാചകൻ അത് പറയുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. താൻ വളരെ ക്രുദ്ധിച്ചു മാത്രമല്ല, തൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ, ദമശ്കേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാൾ നല്ലതല്ലയോ, എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം സ്തോത്രം, അപ്പം അവൻ്റെ വിചാരം എന്ന് പറയുന്നത് യോർദാൻ വിശുദ്ധിയുള്ള വെള്ളത്തിൽ മുങ്ങുന്നതും അതിനേക്കാൾ നല്ലതാണ് ഞങ്ങളുടെ നദി എന്നൊക്കെ. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നയമാൻ്റെ അല്ലെങ്കിൽ രാജ്യത്ത് നല്ല ശുദ്ധമായ വെള്ളവും വളരെ പ്രസിദ്ധമായ റിലീജിയസായ അവരുടെ ഏറ്റവും നല്ല സ്തോത്രം നദികളും അവരുടെ ദൈവങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവൻ കുഷ്ഠരോഗിയായി നടക്കുക. എന്നാൽ സ്തോത്രം യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ച എല്ലാ രോഗങ്ങൾക്കും പരിഹാരം കിട്ടുകയാണ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ സ്തോത്രം ഒരു വിധവയുടെ ചരിത്രം നമുക്കറിയാം. സ്തോത്രം 2 വിധവമാരവിടെ കിടപ്പുണ്ട്. സ്തോത്രം 1-ാമത്തെ വിധവ സ്തോത്രം ഭൗതിക ബുദ്ധിമുട്ടിൽ നട്ടം തിരയുന്ന ഒരു വിധവ. കർത്താവിൻ്റെ സ്തോത്രം എലീശ അടുക്കിലേക്ക് ചെല്ലുന്നു. സ്തോത്രം എലീശ അവളുടെ വിഷയത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. സ്തോത്രം 2-ാമത്തെ വിധവ സ്തോത്രം സമൂഹത്തിൽ ഉന്നതയായ വിധവയാണ്, എല്ലാ നിലവാരവുമുണ്ട്, പക്ഷെ ഒരു തലമുറയില്ല. എന്നാൽ സ്തോത്രം എലീശയുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യഹോവയായ ദൈവം അവൾക്കൊരു തലമുറയെ കൊടുത്ത് അവളെ ആദരിക്കുന്നു. നോക്കണം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയായി ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രാർത്ഥനക്കാരൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് മാത്രമല്ല അവൻ്റെ വിഷയത്തിന് പരിഹാരം വരുത്തുന്ന ദൈവമാണ്. അത് പറയുന്നത് ദാവീദാ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലാണ് അത് പറയുന്നത്.
ഇനി എത്ര ഉദാഹരണം പുതിയ നിയമത്തിലൂടെയും തരുവാനായിട്ട് കഴിയും നമുക്ക്. സ്തോത്രം. കാലയിലെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന ഓരോരുത്തരെയും ഇതേ വിഷയത്തിൽ, ഇതേ ഫ്രെയിം വർക്കിൽ നമുക്ക് എടുത്ത് പറയുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രാർത്ഥന കേൾക്കുന്നു മാത്രമല്ല, അവൻ പരിഹാരം വരുത്തുന്നവന്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഹല്ലേലൂയ, കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേൾക്കാത്ത, ഹല്ലേലൂയ, തൊണ്ട കൊണ്ട് സംസാരിക്കാത്ത, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒരന്യ ദൈവത്തിൻ്റെ അടുക്കലേക്കല്ല ഞങ്ങൾ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന, അല്ല പ്രശ്ന സങ്കീർണമാക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകത്തിൻ്റെ പൈശാചിക ശക്തിയായ ദൈവത്തിൻ്റെ അടുക്കലേക്കല്ല ഞങ്ങൾ വരുന്നത്. കരുണയും ദയയും, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്ന, ഞങ്ങളോട് ഹല്ലേലൂയ സ്തോത്രം മനസ്സലിവ് തോന്നുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്ന, ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് വരുന്നത്. ദാവീദ് പറയുന്നത് പോലെ സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ കാരണം അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. കർത്താവെ, കേൾക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് പരിഹാരം കിട്ടുന്നു എന്നുള്ളതും കൂടെ. ഇന്ന് പകൽക്കാലം കർത്താവെ, പ്രാർത്ഥന കേട്ടിട്ട് പോകുകയല്ല, പകരം കർത്താവെ അതിന് പരിഹാരം വഹിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ അടുക്കിലേക്ക് കർത്താവ് ഈ വചനം കേൾക്കുവാൻ അടുത്തു വരുന്നവരുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കുവാൻ കൃപ ചെയ്യണം. അങ്ങ് അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് മാത്രമല്ല, അതിന് പരിഹാരവും കൊടുക്കുന്നുവെന്ന് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയത്തക്ക രീതിയിൽ ദാവീദിനോട് ചേർന്ന് ഹല്ലേലൂയ 65 സങ്കീർത്തന ഹല്ലേലൂയ രചിച്ചപ്പോൾ തനിക്ക് കിട്ടിയ അനുഭവത്തിൽ താൻ പറഞ്ഞതുപോലെ പറയാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അങ്ങയ്ക്ക് ഞങ്ങൾക്ക് ആഴ്ച ക്രിസ്തുയേശുവിന്റെ തന്നെ ഉള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി സ്വീകരിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.